ഹലോ. അപ്പോൾ ഇതൊരു ഓഫ് ഡേയുടെ വീഡിയോ ആട്ടോ അത് എടുക്കുന്നത്. കുറച്ച് ഭാഗങ്ങൾ മാത്രമാട്ടോ ഇതിലുള്ളൂ. ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു വീഡിയോ ലെങ്ത്ത് അത്രയും ഇല്ല. ഞാൻ ഒന്നാമത് വീഡിയോ എടുക്കാൻ മറന്നു പോവും. അപ്പോൾ തലേദിവസം ഒരു ഓഫ് ഡേയുടെ വീഡിയോ ഇട്ടത്. അപ്പോൾ ഞങ്ങൾ തലേദിവസം പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച്. അപ്പോൾ ചേട്ടൻ ചൊവ്വാഴ്ചയായിരുന്നു ഓഫ്. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു. നമ്മൾ കരാമയിലുള്ള ഫുഡ് ഹൗസിൽ നിന്നിട്ട് ഫുഡ് വാങ്ങിച്ചത്. അപ്പോൾ അത് ഞങ്ങളിത് വാങ്ങിക്കാറുണ്ട്. ഇതൊരു സൽക്കാര ചിക്കനിന് കോംബോ ആട്ടോ. അപ്പോൾ അത് പൊറോട്ടയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ ഒരു ബീഫിൻ്റെ ഇതുണ്ട്. പിന്നെ ചേട്ടന് ഇടിയപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ചൂടാക്കി കൊടുത്തു. പിന്നെ ഒരു ഗ്രേവി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ നൈറ്റ് ഓഫ് ഡേ തലേദിവസം തന്നെ ആരംഭിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് 10 മണി 10:30 ആകുമ്പോൾ കിടന്നായിരുന്നു. പിറ്റേ ദിവസം ഓഫ് ഡേ ആയതുകൊണ്ട് പയ്യായിട്ട് എഴുന്നേറ്റ്. ഓഫ് ഡേക്ക് പയ്യെ എഴുന്നുണ്ട്. കാരണം അല്ലാത്ത സമയത്തൊക്കെ ചേട്ടൻ 6:30 പോകുന്നതുകൊണ്ട് 5 മണി 5:15 ആകുമ്പോഴേക്കും എഴുന്നേൽക്കായിരുന്നു. അതുകൊണ്ട് പയ്യെ എഴുന്നേറ്റത്. പിള്ളേരൊക്കെ നല്ല ഓർക്കണം. അവരൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു നേരമാവും വിളിച്ച് എഴുന്നേക്കണം. നാട്ടിലാണെങ്കിൽ പിന്നെ 6 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഉറക്കം ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ രാവിലെ ദോശയാണ് ഉണ്ടാക്കണം. അപ്പോൾ തലേദിവസം ഞാൻ മാവിനുള്ള ഇതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ ചേട്ടനട ചുട്ടുകൊണ്ടിരുന്നു. അപ്പോൾ വീടിൻ്റെ കൊണ്ടിട്ട് ചേട്ടൻ മാറിപ്പോയി. അപ്പോൾ ദോശയാണെന്നുള്ളത്. ഇന്നലത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ട്. പിന്നെ 2 ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര ചൂടാട്ടോ. ഇവിടെ ഇപ്പോൾ സമയം 8:30 അല്ല, 5 മണി 5:30 ആകുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചുണ്ടാ നിൽക്കുന്നുണ്ടാവും. അത്രയും ചൂടാണ് നമ്മുടെ UAE എല്ലായിടത്തും മിക്കയിടത്തുമാണ്. പക്ഷേ നാട്ടിൽ ഭയങ്കര മഴയും കാര്യങ്ങളും അപകടവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണല്ലോ. ഓരോ പ്രകൃതിയുടെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ മഴ എല്ലാ മാസത്തിലും തന്നെ മഴയുണ്ട്. പണ്ടൊക്കെ ജൂണിലൊക്കെ ആയിരുന്നു മഴ വന്നത്. അപ്പോൾ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് മൊരിച്ചിട്ട് ദോശ ഉണ്ടാക്കണം. പക്ഷേ ഇത് അപ്പം തന്നെ തിന്നുമ്പോഴാണ് ടേസ്റ്റുള്ളൂ. പിന്നെ തിന്നുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവാറില്ല. എന്തോ പോലെ ഇരിക്കും. ഈ മൊരിഞ്ഞ ദോശയൊക്കെ അപ്പം തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാൽച്ചായ ഉണ്ടാക്കണത്. അപ്പോൾ അതിനൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓഫ് ഡേ ഉള്ള സമയത്തൊക്കെ, അല്ലെങ്കിൽ ചേട്ടന് ഡ്യൂട്ടിക്ക് താമസിച്ച് പോകേണ്ട സമയത്തൊക്കെ പിള്ളേരെ പല്ല് തേക്കണതൊക്കെ ചേട്ടനാട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് അനങ്ങാതായിട്ടായിരിക്കും. എൻ്റെ അടുത്ത് ഭയങ്കര വാശി കൊടുത്തായിരിക്കും. പല്ല് പകുതിയേ കാണിക്കില്ല. ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ നിന്ന് കൊടുത്തോളും. അപ്പോൾ ഇന്ന് ദോശ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ദോശയും ഇന്നത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും വാരിയൊക്കെ കൊടുക്കുകയാണ്. അവർക്ക് തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വാരി കൊടുത്താലല്ല, എല്ലാ അമ്മമാർക്കും അങ്ങനെ ഇല്ല. മക്കൾക്ക് വാരി കൊടുത്താലാണ് എല്ലാ അമ്മമാർക്കും ഒരു തൃപ്തിയാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ വാരി കൊടുത്താലാണ് എനിക്കൊരു കുറച്ചെങ്കിലും കഴിച്ചല്ലോ എന്നുള്ളൊരു സമാധാനം കിട്ടുന്നത്. അല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല. ഇവിടെ വന്നതിന് ശേഷം ഒരു വക കഴിക്കുന്നില്ല. നാട്ടിലാണ സമയത്ത് പിന്നെ മിക്കപ്പോഴും എല്ലാവരും കൊടുക്കുമ്പോൾ അങ്ങോട്ട് കഴിച്ചോളും. ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര മടിയാണ്. അത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വിശ്രമിച്ചൊക്കെ കഴിഞ്ഞിട്ട് കൂർക്കയായിട്ടാണ് നന്നാക്കുന്നത്. അപ്പോൾ രണ്ടുപേരും എൻ്റെ ചുറ്റും കൂടിയേക്കുവാണ് കൂർക്ക നന്നാക്കുന്നത്. കയ്യിൽ കറയാവും. അതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേ പയറൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഒടിച്ച് തരാറുണ്ട്. അപ്പോൾ ഞാൻ കൂർക്ക തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ ഓൾട്രേഷൻ ചെയ്യാൻ വേണ്ടി കട വരെ പോവാട്ടോ. പാൻറ്റ് വാങ്ങിച്ച് തരുന്നുണ്ടോ, ഓൾട്രേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകണം. അപ്പോൾ ഞാൻ കൂർക്കയ്ക്ക് വേണ്ടി നന്നാക്കി കൂർക്കയ്ക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടാട്ടോ വേവിക്കണത്. അപ്പോൾ ഞാൻ അതൊക്കെ നന്നാക്കി. പിള്ളേർ അവരെന്തോരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ റൂമിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. കാരണം അവരുടെ ഇപ്പോൾ ചൂടുകുരായി വരുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും നാട്ടിൽ പോണതിന് മുമ്പ് എന്തിൻ്റെ കുരയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഇത് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോഴേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടിയ ശേഷം ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കണതൊക്കെ ഇട്ടിട്ട് ഞാൻ മുളക് പൊടി അങ്ങ് ഇടാറില്ല. പിന്നെ മുന്തിരി പിള്ളേർക്ക് വേണ്ടി കഴുകി വെച്ചിരിക്കണം കേട്ടോ, അത് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ വേവിച്ച് പച്ചമുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. കൂടെ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ മീനും കൂടി വറക്കണം. കുറച്ച് 4 മീൻ ഇരിക്കുന്നുണ്ട് വറക്കാൻ വേണ്ടി. അതുകൂടി വറുത്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ളതൊക്കെ അതൊക്കെ മതി. അത്രയൊക്കെ ഉള്ളത് കൊണ്ട് അതിന് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ. പക്ഷേ ഭയങ്കര ചൂടായതുകൊണ്ട് ഇതുകൊണ്ട് സിപ്പപ്പൊക്കെ എടുത്ത് തിന്നാട്ടോ. ഭയങ്കര ചൂടാണ്. തൊണ്ടയ്ക്കൊക്കെ ഒരു ഇതുമായിട്ട് വേണ്ടി. പിന്നെ അപ്പോൾ ഇതും പായസത്തിൻ്റെ ഈ ഗോതമ്പും ഒക്കെ പായസം ഉണ്ടാക്കുന്ന രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കണതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയം 2:15 ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഫുഡിന് കഴിക്കാൻ ചോറും പപ്പടും മീനും കൂർക്കയും പിന്നെ സാമ്പാറും കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി. വേറെ ഒന്നും ചെയ്യുന്നില്ല, പിന്നെ അല്ലറ ചില്ലറ അടിച്ചു വാരലും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ കിടക്കുന്നത്. ഇനി വൈകുന്നേരമൊക്കെ ആയ സമയത്ത് ഞങ്ങളൊന്ന് ലുല്ലു ഒന്ന് പോകാമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോ കേട്ടോ. നാട്ടിൽ പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്, കുറച്ചായിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ ലുലു പോയിട്ട് മറ്റേ കുറച്ച് അയൺ ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായിട്ട് കുളിച്ച് ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ കുറേ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ പഴയ ഡ്രസ്സുകളൊക്കെ ഇവിടെ നമ്മുടെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ബോക്സിൽ കൊണ്ട് ഇടാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോയുടെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. കലാമരമുള്ള ADCB മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള നെസ്റ്റോയുടെ പനീർ ബിൽഡിങ്ങിനാണ് താമസിക്കുന്നത്. ഭയങ്കര ചൂടാട്ടോ. ഭയങ്കര ചൂടിനൊന്നും ഒരു കുറവൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കൊരു കാറ്റൊക്കെ വീശുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഞാൻ ഇത് ചെയ്യുന്ന പിള്ളേർ അടുത്തിരിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ആട്ടോ ഉള്ളത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ, അവർ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്ന സൗണ്ടാണ്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നപ്പോഴേക്ക് 7 മണിയൊക്കെ ആയിട്ടോ. അപ്പം ലുലുവെന്ന് മറ്റേ ഈ വടയും സമൂസൊക്കെ വാങ്ങിച്ചു വന്നിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഉച്ചക്കത്തെ കറികൾ തന്നെയായിട്ട് രാത്രിയിലുള്ളത്. പിന്നെ ഞങ്ങൾ ആ വീഡിയോ ഒന്നും എടുത്തില്ല, കുറച്ച് വീഡിയോ ഒക്കെ കട്ടായിപ്പോയി. പിന്നെ സിനിമയാണോ തെലുങ്ക് സിനിമ എന്തോ വെച്ചേക്കണം ലാപ്ടോപ്പിൽ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകും. നാളെ ചേട്ടൻ്റെ മോർണിംഗ് ഡ്യൂട്ടി